ഓം ശാന്തി 6/3/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഏതുപോലെ നിങ്ങൾ ആത്മാക്കൾക്ക് ഈ ശരീരമാകുന്ന സിംഹാസനം ലഭിച്ചിട്ടുണ്ട്, ഇതുപോലെ ബാബയും ഈ ദാദയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ബാബയ്ക്ക് തൻ്റെ സ്വന്തമായ സിംഹാസനം ഇല്ല. നമ്മൾ ആത്മാക്കൾ ഈ ശരീരത്തിൽ ഭ്രകുടി മധ്യത്താണ് ഇരിക്കുന്നത്. ഈ ഭ്രകുടി ഭാഗത്തെ അകാല സിംഹാസനം എന്ന് പറയുന്നു. കാരണം ഇത് തന്നെയാണ് ആത്മാവിൻ്റെ ഇരിപ്പിടം. ഏത് ശരീരം ധാരണ ചെയ്താലും ഭ്രകുടി മധ്യത്താണ് ആത്മാവ് ഇരിക്കുന്നത്. ബാബയും ഈ ദാദയുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഭ്രകുടി മധ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് അകാലമായ സിംഹാസനം. അതായത് ഏത് ശരീരമെടുത്താലും എത്ര ശരീരമെടുത്താലും ആത്മാവിൻ്റെ എല്ലായ്പ്പോഴുമുള്ള സിംഹാസനം ഭ്രകുടി മധ്യം തന്നെയാണ്. എന്നാൽ ബാബയുടെ കാര്യത്തിൽ ബാബയ്ക്ക് സ്വന്തമായി ഒരു ശരീരമില്ല. അതിനാൽ ബാബയ്ക്ക് സ്വന്തമായ ഒരു അകാല സിംഹാസനവും ഇല്ല. ചോദ്യം: ഏത് കുട്ടികൾക്കാണോ ഈശ്വരീയ സന്താനമാണ് എന്ന സ്മൃതിയുള്ളത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവരുടെ സത്യമായ സ്നേഹം ഒരു ബാബയോടായിരിക്കും. ഈശ്വരീയ സന്താനങ്ങൾ ഒരിക്കലും വഴക്കടിക്കില്ല, ബഹളമുണ്ടാക്കില്ല. അവർക്ക് കുദൃഷ്ടി ഒരിക്കലും ഉണ്ടാകുക സാധ്യമല്ല. എപ്പോൾ ബ്രഹ്മകുമാർ കുമാരി, അതായത് സഹോദരി സഹോദരനായോ മോശമായ ദൃഷ്ടി പോകുക സാധ്യമല്ല. നാം നമ്മുടെ ദിവ്യ ജന്മത്തിലാണ് ഇപ്പോഴുള്ളത്. ദിവ്യ ജന്മമെന്നാൽ ബാബ നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. ബാബയാണ് നമ്മുടെ അച്ഛനും അമ്മയും. എന്നാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുക എന്നത് പുരുഷാർത്ഥം ചെയ്യേണ്ട കാര്യമാണ്. ആർക്കാണോ ഇങ്ങനെ നിരന്തരം സ്മൃതിയുള്ളത് സ്വയം ഈശ്വരീയ സന്താനമാണ് എന്നത്, അവരുടെ അടയാളത്തെക്കുറിച്ചാണ് ബാബ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും ആരോടും വഴക്കടിക്കില്ല, ബഹളമുണ്ടാക്കില്ല. അവർക്ക് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടായിരിക്കും, ബാബ നമ്മുടെ കൂടെയുണ്ട്, ഡ്രാമ മംഗളകാരിയാണ്. അതിനാൽ ഒരിക്കലും വഴക്കടിക്കേണ്ടയോ ബഹളമുണ്ടാക്കേണ്ടയോ കാര്യം വരുന്നില്ല. അവരുടെ യഥാർത്ഥ സ്നേഹം ബാബയോട് ആയിരിക്കും. മറ്റാരിലും ശ്രദ്ധ പോകില്ല, കുദൃഷ്ടിയും പോകില്ല. കുദൃഷ്ടി എന്നാൽ ശരീരത്തെ സംബന്ധിച്ച ദൃഷ്ടിയാണ്. അങ്ങനെയുള്ള ദൃഷ്ടിയുണ്ട് എങ്കിൽ അവരെ ബ്രഹ്മകുമാർ കുമാരി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബ്രഹ്മകുമാർ കുമാരി എന്നാൽ ബ്രഹ്മാവിൻ്റെയും ശിവ പരമാത്മാവിൻ്റെയും സന്താനങ്ങൾ എന്നാണ്. അങ്ങനെയുള്ളവരുടെ ദൃഷ്ടി ഒരിക്കലും കുദൃഷ്ടിയാകില്ല. അവർക്കെപ്പോഴും സഹോദര ബന്ധമായിരിക്കും, സഹോദരീ സഹോദരങ്ങൾ ആയിരിക്കും. ഗീതം: ആകാശ സിംഹാസനം വിട്ട് ഈ ഭൂമിയിലേക്ക് വരൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വയം തൻ്റെ മേൽ ദയ കാട്ടണം. തൻ്റെ ദൃഷ്ടി വളരെ നല്ലതും പവിത്രവുമാക്കി വയ്ക്കണം. ഈശ്വരൻ നമ്മെ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കുന്നതിന് ദത്തെടുത്തിരിക്കുകയാണ്. ഇതിനാൽ പതീതമാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. 2. സമ്പൂർണവും കർമാതീത അവസ്ഥയും പ്രാപ്തമാക്കുന്നതിന് സദാ ഉപരാമമായിരിക്കുന്നത് അഭ്യസിക്കണം. ഈ ലോകത്തിലെല്ലാം കണ്ടുകൊണ്ടും കാണാതിരിക്കണം. ഈ അഭ്യാസത്തിലൂടെ അവസ്ഥ ഏകരസമാക്കിയെടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ മേൽ സ്വയം ദയയുണ്ടായിരിക്കണം. ദയ നാം നമ്മുടെ മേലാണ് ഏറ്റവും ആദ്യം കാട്ടേണ്ടത്. നാം നമ്മുടെ ദൃഷ്ടി പവിത്രമായി വെക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ബാബ നമ്മൾ ആത്മാക്കളെ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കുന്നതിന് വേണ്ടി ദത്തെടുത്തിരിക്കുകയാണ്. ഇത്രയും ആത്മാക്കളുടെ ഇടയിൽ
മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിന് നമ്മളെയാണ് ബാബ യോഗ്യരായി കണ്ടത്. ആ കാര്യം മുന്നിൽ വെച്ച് നാം ഒരിക്കലും പതീതമാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെയൊരു സങ്കല്പമേ വരരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സമ്പൂർണമാകണം, കർമാതീത അവസ്ഥയിൽ എത്തണം. ഇതിനായി ഉപരാമമായി ഇരിക്കുന്നത് അഭ്യസിക്കണം. ഉപരാമം എന്നാൽ ഈ ശരീരത്തിൽ നിന്നും ശരീരത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരിയായി രാമൻ്റെ അടുക്കൽ, അതായത് ബാബയുടെ അടുക്കൽ ഇരിക്കണം. ഈ ലോകത്തിലുള്ള എല്ലാം കണ്ടുകൊണ്ടും കാണാതിരിക്കണം. ഈ ഒരു അഭ്യാസത്തിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാകുന്നു. ഈ ഏകരസസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. വരദാനം: ഓരോ കാൽവയ്പിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന സർവ ഖജനാക്കളു കൊണ്ടും സമ്പന്നവും തൃപ്തവുമായ ആത്മാവായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ ബാബയുടെ ഓർമ്മയിലിരുന്ന് ഓരോ കാൽവയ്പും എടുക്കുന്നത്, അവർ ഓരോ കാൽവയ്പിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്നവരാണ്. ഈ സംഗമത്തിൽ തന്നെയാണ് പദമങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഖനി ലഭിക്കുന്നത്. സംഗമമാണ് ശേഖരിക്കുന്നതിനുള്ള യുഗം. ഇപ്പോൾ എത്ര ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ചെയ്യാൻ സാധിക്കും. ഒരു കാൽവയ്പ് അർത്ഥം 1 സെക്കൻഡ് പോലും ശേഖരിക്കാതെ പോകരുത്, അതായത് വ്യർത്ഥമായി പോകരുത്. സദാ ഭണ്ഡാരം നിറഞ്ഞിരിക്കണം. അപ്രാപ്തമായി ഒരു വസ്തുവും ഉണ്ടായിരിക്കരുത്. ഈ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം. ഈ സമയത്ത് എത്രത്തോളം ഇതുപോലെ തൃപ്താത്മാവും സമ്പന്നാത്മാവുമാകുമോ അത്രയും ഭാവിയിൽ അളവറ്റ സമ്പത്തുകളുടെ അധികാരി ആകും. നാം ഇപ്പോൾ എന്താണോ സമ്പാദിക്കുന്നത് അതാണ് ഭാവിയിൽ നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഓരോ സെക്കൻഡും സമ്പാദിക്കുന്നത് ആയിരിക്കണം. ഓരോ കാൽവയ്പിലും സമ്പാദ്യം ഉണ്ടായിരിക്കണം. അതിനായി ബാബയുടെ ഓർമ്മയിലിരുന്ന് ഓരോ കാൽവയ്പും എടുക്കണം. ഇപ്പോൾ മാത്രമാണ് സമ്പാദിക്കുന്നതിനുള്ള ഖനി ലഭിക്കുന്നത്. ഈ സംഗമയുഗമെന്നത് സമ്പാദിക്കാനുള്ള സമയമാണ്. 1 സെക്കൻഡ് പോലും, ഒരു കാൽവയ്പ് പോലും സമ്പാദിക്കാതെ നഷ്ടപ്പെട്ടു പോകരുത്. സദാ നമ്മുടെ ഭണ്ഡാരം നിറഞ്ഞിരിക്കണം. മാത്രമല്ല സമ്പാദ്യം കൂടിക്കൊണ്ടും ഇരിക്കണം. അപ്രാപ്തമായി ഒന്നും തന്നെ നമ്മളിൽ ഉണ്ടാകരുത്. ഈ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴാണോ ഇതുപോലെ തൃപ്താത്മാവും സമ്പന്നാത്മാവുമാകുന്നത്, അപ്പോൾ ഭാവിയിലെ അളവറ്റ സമ്പത്തുകൾക്ക് അധികാരിയായി തീരും. സ്ലോഗൻ: ഒരു കാര്യത്തിലും അപ്സെറ്റ് ആകുന്നതിന് പകരം നോളജ്ഫുള്ളിൻ്റെ സീറ്റിൽ സെറ്റായി ഇരിക്കൂ. എന്ത് കാര്യം വന്നാലും നാം അപ്സെറ്റ് ആകരുത്, അതായത് വിഷമിച്ചു പോകരുത്. പകരം ജ്ഞാനി തു ആത്മാവിൻ്റെ സീറ്റിൽ സെറ്റായി ഇരിക്കണം. നമ്മൾക്ക് ജ്ഞാനമുണ്ട്, ബാബ നമ്മുടെ കൂടെയുണ്ട്. സംഗമയുഗത്തിൽ അമംഗളമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. മാത്രവുമല്ല, ഡ്രാമ എപ്പോഴും മംഗളകാരിയാണ്. ഈ അറിവിൻ്റെ ആധാരത്തിൽ നാം നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയെ ബലപ്പെടുത്തിയിരിക്കണം. സീറ്റിൽ സെറ്റായിരിക്കണം, അപ്സെറ്റ് ആകരുത്. ഓം ശാന്തി.